അതായത് ശ്രീ ഷാഫി ചാലിയം, പാലക്കാട്ടും ചേലക്കരയിലും വോട്ട് ചെയ്ത ഇതേ കൂട്ടർ സ്വാഭാവികമായും വയനാട്ടിലും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിമർശനം CPM-നുണ്ട്. വയനാട്ടിൽ വരുമ്പോൾ മാറ്റിവെക്കേണ്ടത് എന്താണ്? നിയമസഭയിലേക്ക് മാത്രമല്ല, നിയമസഭയിലെ നിങ്ങളുടെ വിജയത്തിന് പാലക്കാട്ട് അവർക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിശ്ചയമായും വയനാട്ടിലുണ്ടല്ലോ. ആ രാഷ്ട്രീയം CPM-ന് പറയുന്നതിന് എന്ത് തടസ്സം? അതിൽ ആ നിലയിലല്ലേ ആ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയാൻ തയ്യാറാകേണ്ടത്? അതുണ്ടായിട്ടില്ലല്ലോ. ഒപ്പം ഈ വർഗീയ സംഘടനകളെക്കുറിച്ച് ഷാഫിയോട് തിരിച്ച് അദ്ദേഹവും ചോദിച്ചിട്ടുണ്ട്, കേട്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവിടെ ഈ കൈരളി TV കാണുന്ന CPM-കാരായ അനേകായിരം ആളുകൾ എൻ്റെ ചോദ്യത്തിന് ജയരാജൻ സഖാവ് പറയുന്ന മറുപടിക്കായി കാത്തിരിക്കുകയാണ്. മറുപടി ഇല്ല, പകരം എന്നോട് വേറെ ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഈ കടുത്ത മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിൽ എത്തുമോ എന്ന ചോദ്യം. പാർലമെൻറ്റിൽ എത്തില്ല എന്നാണ് വിജയരാഘവൻ പറയുന്നത്. ആ അഭിപ്രായം ജയരാജൻ സഖാവിനുണ്ടോ? കേരളത്തിലെ വളരെ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനായ അങ്ങയുടെ ശരത്തിന്റെ അഭിപ്രായം, ഈ രണ്ട് അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. അതായത് എനിക്കിതുവരെ ഉത്തരം കിട്ടിയില്ലേ, പ്രേക്ഷകർക്കും ഉത്തരം കിട്ടി. തീർച്ചയായിട്ടും ഷാഫി ഒരു പോയിന്റിലാണല്ലോ, ഒരു പോയിന്റിലാണല്ലോ നമ്മളിപ്പം പിന്നെ ചർച്ച പോകുന്നത്. തീർച്ചയായിട്ടും വ്യക്തത വരുത്താം. സഖാവ് വിജയരാഘവൻ പറഞ്ഞത് തീവ്ര വർഗീയ ഘടകങ്ങളുടെ പിന്തുണ കൂടി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വർഗീയ ഘടകങ്ങൾ, വർഗീയ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുണ്ട്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും ജയിച്ചു പോയിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയിട്ടുള്ളതും ഈ വർഗീയ ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി. അതിനെന്താ സംശയം? പിന്തുണയില്ലെങ്കിൽ അല്ല സഖാവെ കേൾക്കൂ, ഈ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ എത്തുമോ എന്ന ചോദ്യം. ഡൽഹിയിൽ എത്തുമെന്ന ചോദ്യം. ഈ കടുത്ത മുസ്ലിം തീവ്രവാദ ചേരി പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരൊക്കെ പാർലമെന്റിൽ എത്തുമോ? ആ ചോദ്യത്തിന് മറുപടിയോ സഖാവെ? ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ കൂടുതൽ സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല. കൈരളി ചാനലാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവുമായി ഒരു സംവാദം നടത്താന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകാൻ മതി. ഒന്നൊക്കിൽ വിജയരാഘവൻ പറഞ്ഞത് ശരിയാണ്. ഈ കടുത്ത വർഗീയ ചേരിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തില്ല എങ്കിൽ പിന്നെ ആ തീവ്രവാദികളുടെ കണക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് പോകാം. ഇതിനെ അങ്ങ് എന്ത് ചെയ്യണ്ടോ? അങ്ങ് പിന്തുണയ്ക്കുന്നോ? അല്ലെ? അക്കാര്യം വിജയരാഘവൻ പറഞ്ഞത് ശരിയല്ല, ബാക്കിയുള്ളതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു പോകും. അതൊക്കെ അല്ലേ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാറ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ആ സിംഗിൾ വാചകത്തിലാണ് പിടിക്കുന്നത്. എന്റെ ചോദ്യം അതിലാ. വയനാട് മാത്രമല്ല, വയനാട് നമ്മളിപ്പോ കുന്നിന്റെ മുകളിലാണ് സഖാവേ. അല്ല, നമ്മളിപ്പോ കുന്നിന്റെ മുകളിലാണ്, വയനാടിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി മുകളിലാണ് ഇപ്പൊ നമ്മൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. കാത്തിരിക്കും സഖാവേ. എന്റെ ഈ ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് ചുരം ഇറങ്ങാം. ഒരു നിമിഷം ഷാഫി, ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞിട്ട് ബാക്കി ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ചുരം ഇറങ്ങാം. ഒരു നിമിഷം ശ്രീജയരാജൻ. അതെ, വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ ഈ വർഗീയ ഘടകങ്ങളുടെ പങ്കാളിത്തം ഇല്ല എന്ന് ഷാഫി പറയൂ. ഷാഫി പറഞ്ഞാൽ മതി അത്. അതായത് ഈ വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെയും ഒക്കെ പിന്തുണ ഇല്ലാതെയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് എന്ന് ഷാഫി പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ചോദ്യം മനസ്സിലായി. എന്റെ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് വയനാട്, അതെ, നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചാൽ മതി. അതായത് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി ഷാഫി. അതെ, തീർച്ചയായിട്ടും ഷാഫി ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ട് കൊണ്ട് അതെ ഇല്ല ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ്, കുന്നിന്റെ കാര്യത്തിൽ, വയനാട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇല്ല,
ഇനി ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ ഷാഫി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിടുക്കപ്പെടുന്നത്? സോഷ്യൽ മീഡിയയിൽ വരെ ഞാൻ പറയുന്നത് പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. സംസാരിക്കുന്നുണ്ടോ? ഞാൻ നിർത്തിയേക്കാം. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം പൂർത്തിയാക്കി. ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. അതായത് നിങ്ങൾ ഷാഫി ലീഗിൻ്റെ വക്താവെന്ന നിലക്ക് പറയേണ്ടത് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ട് കൊണ്ടാണ്. വിജയരാഘവനും ഞങ്ങളും പറയുന്നത് ആ വർഗീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ വർഗീയ തീവ്രവാദ ശക്തികളുടെ ഘടകങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ വിജയത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തെറ്റാവുക? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് എന്ന് പറയുന്നതിൽ എന്താ തെറ്റാവുക? അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുണ്ട്. ഞാൻ പറയുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ലീഗുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. അത് വർഗീയ ഘടകങ്ങളാണ്. ഇതിനകത്ത് ആ വർഗീയ ഘടകങ്ങളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഇവിടെ ഷാഫി ആ ഒരു വാചകത്തിൽ ഊന്നി നിന്ന് സ്വാഭാവികമായി നിങ്ങൾക്ക് ആ ഒരൊറ്റ വാചകത്തിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാം എന്ന നിലയിലാണ് അതിൽ ഊന്നി നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനത്തെയാണ് ഇടതുപക്ഷം വിശേഷിച്ച് CPM അവതരിപ്പിക്കുന്നത്. ആ വർഗീയ ശക്തികളുടെയും കൂടി വോട്ട് വാങ്ങിച്ച് തന്നെയാണ് പാർലമെൻറ്റിലോട്ട് പ്രിയങ്ക ഗാന്ധി പോയിട്ടുള്ളതെന്ന കാര്യത്തിൽ ഷാഫിക്കും സംശയമില്ല, എനിക്കും സംശയമില്ല, ശ്രീ ജയരാജനും സംശയമില്ല. പക്ഷേ വിജയരാഘവൻ പറഞ്ഞ ഒരു വാചകത്തെ മാത്രം ആധാരമാക്കി അതിനകത്തല്ല, അതിലും വിപുലമായ അതിനും അപ്പുറത്തേക്കുള്ള ഗൗരവമായ ചോദ്യങ്ങൾ വന്നു. എൻ്റെ ചോദ്യത്തിൽ ആദ്യം തന്നെ ഷാഫിയോട് ചോദിച്ചതിൽ അതുണ്ടായിരുന്നല്ലോ. കോവളത്ത് അല്പം മുമ്പ് സംസാരിച്ച മുഖ്യമന്ത്രി എന്താണ് ചോദിച്ചത് ലീഗിനോടും കോൺഗ്രസിനോടും? നിങ്ങൾ മതനിരപേക്ഷ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ പ്രിയങ്കയ്ക്കടക്കം ആ വോട്ട് വേണ്ട, ഒരു സഖ്യകക്ഷി സംവിധാനത്തിലേക്ക് അവരെ ആ വിധം പരസ്യമായി സഹകരിപ്പിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ സഹകരണം പാടില്ല എന്ന് പറയേണ്ടതായിരുന്നില്ലേ? ആ വിപുലമായ വിശാലമായ ചോദ്യം കേരളത്തിൽ നിങ്ങൾ നേരിടുകയല്ലേ? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലീഗും കോൺഗ്രസും നിങ്ങളുടെ തന്നെ പാർട്ടിക്കകത്ത് അനുഭവിക്കുന്നുമില്ലേ ശ്രീ ഷാഫി ചാലിയം? അല്ല, ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങളും ജയരാജൻ സഖാവും സംസാരിച്ചു കൊണ്ടേ നിൽക്കും. കാരണം എൻ്റെ ആ സിംഗിൾ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഈ ചർച്ചയിൽ ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് പോകില്ല. ഇവിടെ പ്രശ്നം വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്ത് തന്നെ CPM എന്ന പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഫ്രെയിമിൽ നിന്ന് പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൊറ്റ ക്വസ്റ്റ്യനുള്ളൂ. ഈ കടുത്ത മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ പാർലമെന്റിൽ എത്തുമായിരുന്നോ? പാർലമെന്റ് എത്തുമായിരുന്നു. 4.5 ലക്ഷം വോട്ടിൽ ജയിച്ച പരുഷപ്പാര്. 4.5 ലക്ഷവും ആരെ വോട്ടാണ്? ഈ വർഗീയവാദികൾ. ചോദ്യമാണ് സഖ അങ്ങയുടെ അങ്ങ് കൂടുതൽ അല്ല. ഞാൻ പറയട്ടെ, ശ്രീ ജയരാജൻ ഷാഫി ഒന്ന് തീർത്തിട്ട് അല്ല ഞാനൊന്ന് പറയട്ടെ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങ് രാഷ്ട്രീയപരമായി കണ്ണൂർ അങ്ങ് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ അനുദിനം രാഷ്ട്രീയ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായി അങ്ങയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങ് അങ്ങനെ വിലയിരുത്തില്ല എന്ന് എനിക്കറിയാം. BJP പോലും വിലയിരുത്തില്ല. കാരണം കേരളം പോലുള്ള സ്ഥലത്ത് അത്തരം വർത്തമാനം പറഞ്ഞാൽ അത് ആകെ എളിഭ്യരാകുമെന്ന് BJPക്ക് പോലും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒറ്റ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാം. അതായത് ഈ കടുത്ത മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ എത്തുമായിരുന്നോ, പാർലമെന്റിൽ എത്തുമായിരുന്നോ എന്ന വിജയരാഘവന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ചോദിക്കണം. എത്തുമായിരുന്നോ ഇല്ലയോ? ഒന്നുകിൽ എത്തുമെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അത് ശ്രീ ജയരാജനോട് ചോദിക്കുന്നു. ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം ചാനലുകളിലും മാധ്യമങ്ങളിലും അത് CPM-നോട് ചോദിക്കുന്ന ചോദ്യം CPM ആണ് ഉത്തരം പറയേണ്ടത്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. എന്റെ പണിയല്ല. പറയാം ശ്രീ ജയരാജൻ. ഞാൻ 2 തവണ UDF രാഷ്ട്രീയത്തോട് ഗൗരവമായ വിമർശനം 2 തവണ ഞാൻ ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പുതിയതായി വന്നതിൽ ഷാഫിയോട് ഞാൻ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. താങ്കൾ അതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രം.